ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പെർമിറ്റ് വാങ്ങാൻ ഞാൻ അച്ഛനോട് വന്നത്. ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞാൽ ഞാനവിടെ മുങ്ങിയത്. വാ. അച്ഛൻ ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ പിന്നെ എങ്ങനെയാ നമ്മുടെ കാര്യം അവതരിപ്പിക്കുന്നത്? എന്ന് വെച്ചാൽ പയ്യെ തിന്നാൽ പനിയും തിന്നാന്നല്ലേ. ആദ്യം ചെറിയ ചെറിയ ഷോക്ക് കൊടുത്തിട്ട് അവസാനം വലിയ ഷോക്ക് തന്നെ കൊടുക്കാം. ലവ് ആൻഡ് ലവ് ഒള്ളി എന്നൊരു പുസ്തകമുണ്ട്, വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നതാ അതിന് ഇത്ര വിശേഷം? ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ. എന്തായാലും തനിക്ക് ഭാഗ്യമുണ്ട്. അന്ന് അപ്പച്ചന്റെ കൂടെ തൊമ്മിച്ചന് പകരം ഞാൻ പെണ്ണ് കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ കഥ കംപ്ലീറ്റ് മാറിപ്പോയില്ലായിരുന്നോ? ആ തൊമ്മി തന്റെ തലയിലായി പോയേനെ. ഈ തൊമ്മിച്ചൻ ആളെങ്ങനാ? നല്ല കരിക്കട്ടയുടെ കളറാ, പിന്നെ കോങ്കണ്ണുണ്ട്. പക്ഷെ ഒരു കാലിൽ മുടന്തൂടെ ഉള്ളതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോളൂ. മുടന്തുണ്ടോ? മുടന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ മുടന്തൊന്നുമില്ല, ഏതാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ആൾക്കാരവനെ ഈ ചപ്പാണി തൊമ്മി എന്നാ വിളിക്കുന്നത്. പക്ഷെ ആള് മിടുക്കനാട്ടോ. ഇപ്പൊ ഈ വികലാംഗരുടെ സംസ്ഥാന സെക്രട്ടറി ആയി, മിക്കവാറും പ്രസിഡന്റ് ആവും. അയ്യോ, ആളിന്റെ രൂപമല്ല സ്വഭാവം എങ്ങനെയാണെന്നാ ചോദിച്ചത്. ആളൊക്കെ വെറും പാവ. പക്ഷെ ഈ സർക്കാർ ചാരായം നിർത്തലാക്കിയതിനു ശേഷം അവൻ ഇടയ്ക്കിടയ്ക്ക് വയലന്റ് ആവും. അല്ല, അതിനിപ്പോ അവനെ കുറ്റം പറയാൻ പറ്റില്ല. 24 മണിക്കൂർ ഈ ചാരായം കഴിച്ചോണ്ടിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അത് കിട്ടാതാകുമ്പോൾ പ്രശ്നമുണ്ട്. എന്ത് ചെയ്യാം, ഓരോ തലയിലെഴുത്ത് അല്ലേ. ഏതായാലും ഫ്രണ്ട് കൊള്ളാം. പക്ഷെ ഈ തൊമ്മിച്ചിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണല്ലോ ഔസേപ്പച്ച മുതലാളി പറഞ്ഞത്. അത് പിന്നെ ഏതെങ്കിലും ഒരു അച്ഛൻ സ്വന്തം മോനെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായം പറയോ? ആ നാട്ടിലെങ്ങും പെണ്ണ് കിട്ടാത്തോണ്ടല്ലേ അവൻ പെണ്ണന്വേഷിച്ച് ഇതുവരെ വന്നത്. പെണ്ണ് കിട്ടാത്ത കാരണം കണ്ടല്ല, ലേശം മാനസിക രോഗം കൂടി ഉണ്ട് അവന്. അവന്റെ ഭ്രാന്ത് മാറിയാല് വേളാങ്കണ്ണി മാതാവിന് 1001 മെഴുകേരി കത്തിക്കാമെന്ന് അവന്റെ അപ്പച്ചൻ നേർന്നിരിക്കുക. തെണ്ടിയുടെ വിളിയാണല്ലോ. എന്നാ പിന്നെ റോസ് വെക്കോളൂ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ, ബൈ ബൈ, സ്വീറ്റ് ഡ്രീംസ്. നീ വന്നിട്ട് കൊറേ ആയോ? നീ ഇതെപ്പോ വന്നു? എവിടെയായിരുന്നു ഇത്രയും നേരം? അത് പിന്നെ ഞാൻ അപ്പുറത്ത് മാറി നിന്ന് മൂത്രം ഒഴിക്കുകയായിരുന്നു. ഇത്രയും നേരോ? നിനക്കെന്തെങ്കിലും അസുഖം ഉണ്ടോടാ? ഈ മൂത്രം ഒഴിക്കുന്ന അസുഖമാണ്. ഇതല്ല, ഞാനിപ്പോ ടയേർഡായിരുന്നു. അപ്പൊ ഈ മൂത്രം ഒഴിച്ചോണ്ടിരുന്നപ്പോ ഉറങ്ങിപ്പോയി. നിന്റെ വിളി കേട്ടാ ഉണർന്നത്. ഇപ്പോഴേ നിന്റെ രോഗം അറിഞ്ഞത് നന്നായി. ഈ രോഗത്തിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഉറക്കത്തിൽ താനേ മൂത്രം പോകുന്നതാ. നമുക്ക് നല്ലൊരു മനോരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സിപ്പിക്കാം. അച്ഛൻ വെയിറ്റ് ചെയ്യാം, വാ. എവിടായിരുന്നു ഉണ്ണികൃഷ്ണ ഇത്രയും നേരം? അത് പിന്നെ അച്ഛാ, ഈ പെർമിറ്റ് എത്ര പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് വരെ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ഫ്രണ്ടാ. ഇവർ രണ്ടും പരസ്പരം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. അതെന്തിനാ ജീവൻ കൊടുക്കുന്നത്? ഇവിടെ യുദ്ധമല്ലോ നടക്കാൻ പോകുന്നത്. എന്നാണ് എപ്പോഴാണ് എവിടെയാണ് യുദ്ധം നടക്കാൻ പോകുന്നത് ആർക്കാ പറയാൻ പറ്റല്ലേ? പറ്റില്ല. ഫ്രണ്ടിനോട് എന്നെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാനൊരു കഴുതയാണ്, തലയ്ക്ക് സുഖമില്ലാത്തവനാണ്, വികലാംഗനാണ് എന്നൊക്കെ. ഓഹോ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നാട്ടുകാരെ അറിയിച്ചു തുടങ്ങിയോ? ഉണ്ണി, നിന്റെ പോക്ക് ശരിയല്ല. വെരി കറക്റ്റ്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഈ റോസ് എന്ന കേട്ടിട്ടുണ്ടോ? റോസാപ്പൂവിനെ പറ്റി ആരാ കേട്ടിട്ടില്ലാത്തത്? മേരി അതെ, മേരി ആവാസ് സുനോ, ടിവിയിലെ മ്യൂസിക്കൽ പ്രോഗ്രാം. അതിന് 1ാം സമ്മാനം കിട്ടിയത് ഇവന്റെ ഫ്രണ്ട് റോസിനാ. റോസ് ജോൺ ടൊർണാഡോ. പ്രൈസ് കിട്ടിയതിന് ശേഷം അവനെ എല്ലാവരും റോസ്മേരി ആവാസുനോ, റോസ്മേരി ആവാസുനോ എന്ന് വിളിച്ച് അത് ചുരുങ്ങി റോസ്മേരി എന്നായി അല്ലേ? അത് കൊള്ളാം. ആണും പെണ്ണും കേട്ട പേര്. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. ഈ റോസിന് പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് മഴ എത്തും മുമ്പേ ഈ പുഴയും കടന്ന് ആരോരും അറിയാതെ കഥാപുരുഷൻ, ഉദ്യാനപാലകൻ, മുഹൂർത്തം 11:30 റോസ്. ഇതൊക്കെയാണ് നമ്മുടെ തിയേറ്ററിൽ ഇപ്പൊ ചാർട്ട് ചെയ്തിരിക്കുന്ന പുതിയ പടങ്ങളുടെ പേര്. പക്ഷെ നെക്സ്റ്റ് ചേഞ്ച് എന്താണെന്നറിയോ? ഓ, ആശയ്, എ ബ്യൂട്ടിഫുൾ തമിഴ് ഫിലിം ബൈ മണിരത്നം. ഇത് ആശയല്ല, മലയാളം ആശ. ദോശയുടെ ആശ. നല്ല സ്കോപ്പുള്ള ബന്ധമാണ്. അല്ല, ഇത് സിനിമാ സ്കോപ്പ് പടമാണ്. നമ്മുടെ തിയേറ്ററിൽ ഈ പടമൊക്കെ ചാർട്ട് ചെയ്യുന്ന നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ സ്വാമി ഇല്ലേ? ഈ ഗ്യാപ്പ് സ്വാമി എന്റെ അടുത്ത സുഹൃത്താ. ഞങ്ങൾ അങ്ങനെയാ ഈ ആശ റെഡിയായത്. ആശയുടെ പ്രിന്റ് ഈ റീലൊക്കെ ക്യാനകത്ത്. പക്ഷെ അടിച്ചാൽ തിരിച്ചടിക്കും. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. എന്റെ അമ്മു, നിന്റെ തുളസി, അവരുടെ ചക്കി. അതുകൊണ്ട് സംഘർഷം വേണ്ട, സന്മനസ്സുള്ളവർക്ക് സമാധാനം. മതി. ചാർട്ടിങ് ഒക്കെ തിയേറ്ററില് കളിച്ചോണ്ടിരിക്കാതെ വേഗം പോയി തടി കയറ്റാൻ നോക്കാം. എന്നാ പെർമിറ്റ്.
അപ്പൊ നീ എങ്ങനെ ഇപ്പൊ എന്റെ കാര്യം അവതരിപ്പിക്കാൻ പോകും? ചപ്പാത്തി തിന്നാൻ വരുന്നതും പലകയുടെ വലിപ്പം അന്വേഷിക്കേണ്ട കാര്യമില്ല. അതെവിടത്തെ ചൊല്ല? അപ്പം തിന്നാ മതി, കുഴി എന്നുണ്ടാന്നല്ലേ? എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായല്ലോ, അത് മതി. ഓ ആരൊക്കെ ഇത്? എടാ തൊമ്മി, ഞാൻ വിചാരിച്ചു നീ ഈ വഴിയൊക്കെ മറന്നു കാണുമെന്ന്. അങ്ങനെ വന്ന വഴി മറക്കുന്നവനല്ല ഈ തൊമ്മിക്കുഞ്ഞ്. അളിയനെവിടെ? അളിയൻ ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ? സ്കൂളിൽ നിന്ന് മോളെ വിളിച്ചോണ്ട് ഇപ്പൊ ഇങ്ങ് വരും. നിഷമോളും കൂടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചേച്ചിയുടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഭയങ്കര ബോറടി ആയിരിക്കും അല്ലേ? എനിക്കതൊക്കെ ഒരു ശീലമായി കഴിഞ്ഞു. അതെ. ആട്ടെ, കുടിക്കാൻ എന്താ വേണ്ടേ? എന്തായാലും കുഴപ്പമില്ല, കുറച്ച് സോഡയും ഐസും വേണം. പിന്നെ തൊട്ട് നിൽക്കാൻ അല്പം പിക്കിൾസ് കൊടുത്തോ. അതെ. ഛീ, ഇതെന്താ ഷാപ്പാണെന്ന് കരുതിയോ? എനിക്കല്ല, ഞാൻ കുടി നിർത്തിയിട്ട് ഒരു ദിവസമായി. ഇത് ഉണ്ണിക്കാ. അയ്യോ എനിക്ക് വേണ്ട, ഞാനിന്ന് രാവിലെ മുതൽ നിർത്തിയിരിക്കുക. നിങ്ങളെ രണ്ടുപേരും എനിക്കറിയാലോ. അറിയാലോ? അപ്പൊ പിന്നെ അളിയന്റെ സ്റ്റോക്കിൽ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. ചെല്ല് ചേച്ചി പോയി എടുത്തോണ്ട് വാ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സൂയിക്കണ്ട. ഇവിടെ ഒന്നും ഇരിപ്പില്ല. സണ്ണിച്ചായും കുടിയും നിർത്തി. അളിയനെ മാറ്റിയെടുത്തു അല്ലേ? നല്ലൊരു മനുഷ്യനായിരുന്നു. പോടാ അവിടുന്ന്. ഇവിടെ നല്ല മോരിരിപ്പുണ്ട്, വേണമെങ്കിൽ ഓരോ ഗ്ലാസ് എടുത്തോണ്ട് വരാം. അപ്പൊ ഇനി റോസ്മേരി സ്വയംവരം കഥകളി തുടങ്ങാം. എന്റെ കൂടെ നിന്നോണം. കൂടെ നിൽക്കുമല്ലേ? സണ്ണിച്ചാനെത്തിയല്ലോ. തൽക്കാലം ഈ വിവരം സണ്ണിച്ചാൻ അറിയിക്കണ്ട. അങ്ങേര് വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. ആഹാ, നിങ്ങളെപ്പോഴെത്തി? കുറച്ചു നേരമേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം സണ്ണിച്ചായ? രാവിലെ എണീക്കുന്നു, കൂപ്പി പോകുന്നു, തിയേറ്ററിൽ പോകുന്നു, അങ്ങനെ പോകുന്നു. ആഹാ, ഇതെന്നാ മോനാണ് ഇവർക്ക് കൊടുക്കുന്നത്? ഛേ, അകത്തെ അലമാരിൽ ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് സ്കോച്ച് ഇരിപ്പുള്ളൂ. അതെടുത്തോ. അപ്പൊ നിർത്തിയില്ലല്ലേ? അല്ലേലും സണ്ണിച്ചായന് സ്കോച്ചിന് പഞ്ഞില്ലല്ലോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. വേണ്ട വേണ്ട. ആ പിന്നെ എവിടം വരെ നിന്റെ കല്യാണാലോചനകൾ? ആദ്യം ഉണ്ണിയുടെ കല്യാണം നടക്കട്ടെ, എന്നിട്ട് മതി എനിക്ക്. എന്താ ഉണ്ണി, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അതിന്റെ കാര്യം സംസാരിക്കാനാ ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. അന്ന് എനിക്ക് വേണ്ടി ഉണ്ണിയും അപ്പച്ചനും കൂടെ ഒരു പെണ്ണ് കാണാൻ പോയില്ലേ? ആ, റോസ്മേരി. ആ കുട്ടി ആളെങ്ങനെയുണ്ട്? കുട്ടിയൊക്കെ കൊള്ളാം, പക്ഷെ അവരുടെ വീട്ടുകാരും ബന്ധുക്കളും ഒന്നും അത്ര ശരിയല്ല. നമുക്ക് ആലോചന വേണ്ടെന്ന് അപ്പച്ചനെ അന്നേ ഞാൻ വിളിച്ചു പറഞ്ഞതാണല്ലോ. അതിപ്പോ കെട്ടാൻ പോകുന്നത് ആ വീട്ടുകാരല്ലല്ലോ, കുട്ടിയല്ലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കുടുംബവും തറവാടും ഒക്കെ നോക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അല്പം സ്റ്റാൻഡേർഡ് കുറഞ്ഞ അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരു പേങ്ങനെ വേണ്ടി റോസ്മേരി ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. നിനക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്ന കാര്യം പറയാനല്ല വന്നത്. കാര്യം നടക്കണോ? മിണ്ടാതിരുന്നോണം. എന്താ എന്താ പ്രശ്നം? സംഗതി രഹസ്യമാണ് ചേച്ചി. റോസ്മേരിയെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക എന്റെ ഒരു അടുത്ത കൂട്ടുകാരൻ. അവന്റെ അച്ഛന്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അവനെ അറിയും. ശ്രീമംഗലത്ത് അനന്തകൃഷ്ണൻ മുതലാളി. എന്റെ കർത്താവേ, ഉള്ളതാണോടോ ഉണ്ണി? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. നമുക്ക് പറ്റിയ ബന്ധമല്ലല്ലോടാ അത്. അവൻ റോസ്മേരിക്ക് മനസ്സ് കൊടുത്തിട്ട് നിൽക്കല്ലേ? ഏതെങ്കിലും ഒരു നായര് കുട്ടിയെ കെട്ടി സുഖമായിട്ട് കഴിയാനുള്ളതിന് ഇതൊക്കെ പുലിവാലാവില്ലേ? അന്യജാതിയിൽപ്പെട്ട ജാതി മതമൊക്കെ മനുഷ്യരുണ്ടാക്കുന്നില്ലേ? ഇനിയിപ്പോ അതാണ് ഒരു പ്രശ്നമെങ്കിൽ അത് മാറാനും ഞാൻ തയ്യാറാ. ജാതി മതമൊന്നുമല്ല പ്രശ്നം, നിന്റെ അച്ഛനാ. ഇങ്ങനെ ഒരു കല്യാണം നടന്നു എന്നറിഞ്ഞാൽ അങ്ങേര് നമ്മളെ കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലും. ഇയാൾ ഇനി ഇവിടെ പൂജ ചെയ്യണ്ട, നടയടച്ച് ശുദ്ധികലശത്തിനുള്ള ഏർപ്പാട് ചെയ്യണം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇയാൾ എന്താ ചെയ്ത്? തിരുമേനി ഒരു ക്രിസ്ത്യാനി പെണ്ണെ കല്യാണം കഴിച്ചു, അതുകൊണ്ട് അയാൾ ഈ അമ്പലത്തിൽ കയറേണ്ടതാ പ്രസിഡന്റ് പറയണേ. എന്ന് മാത്രമോ? ഇത്രയും കാലം ആരും അറിയാതെ കല്യാണക്കാരി ഒളിച്ചു വെച്ചു. സത്യമല്ലേ? പറയണോ? സത്യമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ കർമ്മങ്ങൾ മുടക്കിയിട്ടില്ല. ദിവസവും ഗായത്രി മന്ത്രം ജപിക്കുന്ന ഒരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാനിപ്പോഴും. ഒരു പൂർണ്ണൂലെടുത്ത് ശരീരത്തിൽ കുറുകയിട്ടതുകൊണ്ട് മാത്രം ബ്രാഹ്മണനാവില്ല. മനസ്സിൽ അസത്യം ഒളിച്ചു വെച്ചിട്ട് ഇത്രയും കാലം പൂജ ചെയ്യുന്ന ആള് എങ്ങനെ ബ്രാഹ്മണനാവും? മാത്രമല്ല, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാള് ശുദ്ധവും വൃത്തിയുള്ളവനായിരിക്കണം. ഒരു അന്യമതക്കാരെ വിവാഹം ചെയ്തിട്ട് ഇവിടെ ഒന്ന് പൂജ ചെയ്യാന്ന് വെച്ചാൽ അമ്പലത്തിന്റെ പവിത്രത നശിച്ചുപോയില്ലേ? അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി ഒരു നസ്രാണിയുടെ കൂടെ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന അമ്പല കമ്മിറ്റി പ്രസിഡന്റ് കയറിയാലും ഈ അമ്പലത്തിന്റെ പവിത്രത നശിക്കണമല്ലോ. പ്രസിഡന്റ് ഈ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്? എല്ലാ മതങ്ങളെ ഒരുപോലെ കാണണം. മതങ്ങളോടോ ഓരോ മതങ്ങളുടെ ആചാരങ്ങളോടോ എനിക്കൊരു എതിർപ്പില്ല. അന്യമതസ്ഥരുടെ വികാരങ്ങളെ മാനിക്കുന്നവരുമാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇത്ര ക്ഷോഭിക്കുന്നത്? ഇത് പഴയ കാലമൊന്നുമല്ല. പങ്കജവല്ലി കുഞ്ഞമ്മ പറയുന്നതിലും ന്യായമുണ്ട്. പൂജാരി ഒരു മനുഷ്യനല്ലേ? അപ്പോ മിശ്രവിവാഹ സംഘത്തിന്റെ പ്രസിഡന്റായ പങ്കജവല്ലി സ്വന്തം മകനെ കൊണ്ട് ഒരു അന്യമതക്കാരിയെ കല്യാണം കഴിപ്പിക്കോ? അവൻ ഇഷ്ടമാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. ഞാൻ ഒരു അഭിപ്രായം പറയാം. അത് പിന്നെ അമ്മാവ, എന്റെ വിവാഹക്കാരല്ല ഇവിടുത്തെ പ്രശ്നം. പൂജാരിയെ തിരിച്ചെടുക്കണം, പൂജ ചെയ്യിക്കണം. അതെ. ഞാൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇയാളെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനേ നിങ്ങളുടെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ ഈ അമ്പലം. കമ്മിറ്റി മെമ്പർമാർ തീരുമാനിക്കട്ടെ, ഇല്ലെങ്കിൽ നാട്ടുകാർ തീരുമാനിക്കട്ടെ. പൂജാരിയെ തിരിച്ചെടുക്കണം. ഇയാളെ തന്നെ വെച്ചുകൊണ്ടിരിക്കാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ ഞാൻ ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ല. അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു. ഈ അമ്പല കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പങ്കജവല്ലി കുഞ്ഞമ്മയുടെ പേര്